കരഞ്ഞുകൊണ്ട് റിനി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തവണ എന്തൊക്കെയോ വൃത്തികേടാണ് റിനി പറയുന്നത്. റിനി പറയുന്ന കാര്യം സൈഡിൽ വെച്ചുകൊണ്ട് അവൾക്ക് ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. അവൾക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര് കണ്ടാലും കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ്. കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. ഈ പണ്ടാരത്തിന്റെ കണ്ടന്റ് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തണോ വിചാരിക്കുന്നതാണ്. കുറെ പ്രേക്ഷകരാണ് ഈ വീഡിയോ അയച്ചു തന്നിട്ട് ഇവൾക്കുള്ള മറുപടി കൊടുക്കുന്ന പറയുന്നത്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം. ഇവൾക്ക് ഞാനിപ്പോൾ നല്ലോണം കൊടുക്കാം. ഇത് 4 ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം ഒരു അപ്പൂപ്പൻ റിനിയെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വിവാദമാണ്. ആ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞത് തെറ്റെന്നാണ് ചിലർ പറയുന്നത്. റിനിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ് ആ അപ്പൂപ്പൻ പറഞ്ഞത് അതും ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അതും വെച്ചു തരാം. പിന്നീട് നമ്മുടെ ചാണ്ടിയുമ്മനെ കളിയാക്കി ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ചാണ്ടിയുമ്മനെയാണ് കളിയാക്കിയത്. എന്തിനാണ് ചാണ്ടിയുമ്മനെ കളിയാക്കിയത്? ആരാണ് കളിയാക്കിയത്? ആ കളിയാക്കിയവർക്കുള്ള ചുട്ട മറുപടിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി എന്നല്ല, ഒരു ചേച്ചി ഫാത്തിമ തഹലിയ എന്നാണ് പേര്. ഇവര്, അതായത് ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഒരു MLA ആണ്. ഇവരിന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വലിയ വിവാദമാണ്. എന്തിനവർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ പറഞ്ഞത്, ആ കാര്യം കൂടി ഞാൻ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് റിനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് റിനിക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. ഓക്കെ. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഞാൻ വ്യക്തിബന്ധങ്ങൾക്കാണ്. അതായത് ഒരാൾ കോൺഗ്രസ്സുകാരനായിട്ട് ജനിക്കല്ലോ, ഒരു മനുഷ്യനാണല്ലോ, പിന്നീടാണല്ലോ അയാൾ കോൺഗ്രസ് ആവുന്നത്. ഇപ്പോൾ മതം, ജാതി, രാഷ്ട്രീയം ഒന്നും എൻ്റെ സൗഹൃദങ്ങളിലില്ല. അതിപ്പോൾ ഏത് പാർട്ടി, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഇനി യുക്തിവാദിയാണെങ്കിലും എന്താണെങ്കിലും, എൻ്റെ സുഹൃത്താണെങ്കിൽ എൻ്റെ സുഹൃത്താണ്. ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യും, ഞാൻ സംസാരിക്കും. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഇതുപോലുള്ള ചതികളിൽ പോയി വീഴരുത് എന്നുള്ളതാണ്. അതായത് ഒരുപാടധികം പുരുഷന്മാര് സ്ത്രീകളെ വെറും കളിപ്പാട്ടമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാതിരിക്കുക. നമ്മുടെ ശരീരം നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അത് മറ്റൊരാൾ വന്ന് നമ്മളെ സംരക്ഷിക്കില്ല. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അതിന് പിന്നെ കേസും പരാതിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെയും നമ്മളെ എല്ലാവരും അപമാനിക്കുകയുള്ളൂ. അപ്പൊ ഈവൻ സമൂഹം ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, എല്ലാവരും സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. വേറെ ആരും നമ്മുടെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് ആരും വരില്ല. പിന്നെ സമൂഹത്തോട് പറയാനുള്ളത്, ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ പെൺകുട്ടികൾക്ക് പറ്റുന്ന ചതികളും പ്രശ്നങ്ങളെയൊക്കെ അതിനെയൊക്കെ ഒന്ന് സെൻസിറ്റീവായിട്ട് എടുക്കാൻ പഠിക്കുക. എന്തിനാണ് അവൾ പോയത് എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ പെൺകുട്ടികളുടെ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ചില മണ്ടത്തരങ്ങളാണ് ഉച്ചപ്രായത്തിൽ സംഭവിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ ഒരു കൈത്താങ്ങാകുന്നു, എനിക്ക് കൂടെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചൊക്കെ പറ്റുന്ന ചില മണ്ടത്തരം. ഒരു മണ്ടത്തരം പറ്റുന്നത് തന്നെയാണ്. അതങ്ങനെ പറ്റാമോ എന്ന് ചോദിച്ചാൽ പറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ സമൂഹം നമ്മളൊപ്പം നിൽക്കില്ല എന്നത്. റിനിയെ, നിനക്ക് നാണമുണ്ടോ ഞാൻ ചോദിക്കത്തില്ല. നിനക്ക് നാണമില്ല. അത്രക്കും വൃത്തികേടാണ് നീ പറയുന്നത്. പാവം ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിനക്ക് സമാധാനമായോ റിനിയെ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാല് എന്തൊക്കെയോ പ്രശ്നവും. ഒരു അപ്പൂപ്പൻ റിനിയെ കുറിച്ചിട്ട് പറഞ്ഞത് വലിയ വിവാദമാണ്. അത് നമുക്ക് കേൾക്കാം. ഓക്കെ. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കോൺഗ്രസിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന റിനിയെ കുട്ടികളെല്ലാവരും കൂടി കൂകി ഓടിച്ചിരിക്കുന്നു. സ്വന്തം പിതാവിനെ പോലെ സ്നേഹിക്കുന്ന വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ കാണാനാണ് റിനി എത്തിയത്. എന്നാൽ കുട്ടികൾക്ക് അവരെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരെ നിൽക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടു. ഈ മുതലിനെ കോൺഗ്രസുകാർ നേരത്തെ തന്നെ ഒതുക്കി വീട്ടിലിരുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത പണി ഇതുവഴിയായിരിക്കും വരുന്നത്. കാരണം ഈ പെൺകുട്ടി എല്ലാ വള്ളത്തിലും കാലുവയ്ക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കൂടെയും അവർ ചേരുന്നുണ്ട്, LDFന്റെ കൂടെയും ചേരുന്നുണ്ട്. ഈ LDFകാര് ഈ പെൺകുട്ടിയെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വളരെ കഴിവുള്ള ഒരു പയ്യനായിരുന്നു. അവന്റെ ജീവിതം തന്നെ പാഴാക്കിയാണ് അവനൊരു MLA സീറ്റ് സംഘടിപ്പിച്ച് MLA ആയിട്ട് മത്സരിക്കുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി കാരണമാണ് ആ പയ്യന്റെ ജീവിതം ഇങ്ങനെയായത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പയ്യൻ ഈ പെൺകുട്ടിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവരെടുത്ത് ഒരു മോശമായ മെസ്സേജ് പോലും അയച്ചിട്ടില്ല. എങ്കിലും അവർ അവനെ വളരെയേറെ ഉപദ്രവിച്ചു. ഇത്തരം ഒരു ഗതിയില്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചത് ഈ റിനി എന്ന സ്ത്രീയാണ്. ഈ പെൺകുട്ടിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ട് അടുത്ത ബന്ധമാണ്. അതിൽ അവിഹിത ബന്ധമോ മോശപ്പെട്ട ബന്ധമോ അല്ല. സ്വന്തം മകളെ പോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എല്ലാ മന്ത്രിമാരുടെ അടുത്തും
എല്ലാ ഓഫീസിലും ഒക്കെ കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ടാവും. ഈ മുഖ്യമന്ത്രിയുടെ പരിചയവും മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള ഇത്രയും സ്വാധീനം കൊണ്ടുമൊക്കെ ഇങ്ങനെയൊക്കെ പോവാൻ കഴിയും. അതൊക്കെ നാളൊരു കാലത്ത് ഈ മന്ത്രിമാർക്കും MLA-മാർക്കും എല്ലാം പാരകളായി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായതും ജനങ്ങൾ ഇത്രത്തോളം വെറുത്തതും പെൺവിഷയം തന്നെയാണ്. വൃദ്ധനായ ഉമ്മൻചാണ്ടിയെ പോലും വെറുതെ വിട്ടില്ല. അങ്ങനെ VD സതീശന്റെ ദത്തുപുത്രി VD സതീശന് ഒരു പണിയാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ. അവരാണെങ്കിലും ആഹക്കൂടി MP-മാരെയും MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഷയത്തിലാണ്. സ്ത്രീകളാണ് അവരെ പ്രധാന ആയുധം തന്നെ. അതിന് പറ്റിയ ഒരു ആയുധമാണ് വന്നവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ആയുധം ഉപയോഗിച്ച് ആരെയെല്ലാം വീഴ്ത്തും ആരെയെല്ലാം കിടത്തും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൂവൻ പറഞ്ഞത് ക്ലിയറായി കൃത്യമായിട്ട് ശരിയാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് വളരെ വളരെ തെറ്റാണ്. ഇവള് കാരണമല്ലേ രാഹുലിന്റെ ജീവിതം ഇല്ലാതായത്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ചാണ്ടി ഉമ്മന് നേരെ വല്ലാത്ത അക്രമമാണ്. എന്താണ് സംഭവം എന്ന് ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം ഒന്ന് കാണണം. ഈ വയറുമേറ്റിന്റെ കഴിഞ്ഞാൽ പറഞ്ഞു ഇതാണോ അപ്പോൾ മാറ്റിക്കും. ഞാനൊരു കാര്യം പറയാം. ഇതിന് താഴെ വരുന്ന കമന്റ് ചാണ്ടിയുമ്മന്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് കമന്റ് ഇടുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ കരയുന്നത് കണ്ട് ചിരി വരുന്നത് എന്ന്. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ അപ്പനോട് നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ട് കല്ലറ കാണുമ്പോൾ അദ്ദേഹം കരഞ്ഞു. അതിനെന്തിനാണ് കമന്റ് ബോക്സിൽ ഇങ്ങനെ ചിരിച്ച് കളിയാക്കുന്നത്? ചാണ്ടിയുമ്മൻ അവിടെ ആക്ട് ചെയ്തു എന്നാണ്. ഒരു കാര്യം പറയാം, നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ന്യൂസ് ചാനൽസ് വേണം. ഇത് ആരോ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. 4 ക്യാമറ ഉള്ളപ്പോ ചാണ്ടിയുമ്മ അങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇട്ടാൽ ഞാൻ പോട്ടെ എന്ന് വെക്കും. ഇവിടെ ഒരു ചാനലും ഇല്ല. ആരോ ഒരാള് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. നാണമുണ്ടോ? പാവം ഈ ചാണ്ടിയുമ്മന്, പാവപ്പെട്ട ഈ മനുഷ്യന് അപ്പനോടുള്ള സ്നേഹം കാരണമാണ് കരഞ്ഞത്. നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് റിനി വിഷയത്തിൽ. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഫാത്തിമ തഹലിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആക്കി പറഞ്ഞതാണെന്നാണ് കമന്റ് ബോക്സിൽ ചിലർ പറയുന്നത്. അതായത് ഫാത്തിമ തഹലിയക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഇവര് വെറുതെ റിച്ചിന് വേണ്ടിയിട്ട് മറ്റേ രീതിയിൽ സംസാരിച്ചു എന്നാണ് ചിലർ കമന്റ് ഇടുന്നത്. ഈ ഞാനിപ്പോ പ്ലേ ചെയ്യുന്ന ഫാത്തിമ തഹലിയ പറയുന്ന വീഡിയോ വെച്ച് തരാം. അതിൽ എന്തെങ്കിലും വേണ്ടാത്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ്, സുഖമല്ലേ? തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നിങ്ങളിൽ പലരെയും നേരിട്ട് കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും ഇനിയും കാണാത്തവരും വിളിക്കാത്തവരുമാണ് കൂടുതലുള്ളത് എന്ന് എനിക്കറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നാളെ 21-ാം തീയതി പേരാമ്പ്രയുടെ MLA ആയി, നിങ്ങളുടെ ജനപ്രതിനിധിയായി ഞാനും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ മനസ്സ് നിറയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖമാണുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും തന്നെയാണ് അതിനാവശ്യം. പ്രിയപ്പെട്ട UDF-ന്റെ പ്രവർത്തകന്മാർ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സ്നേഹിച്ച ആളുകൾ, കൈപിടിച്ച് ഒപ്പം നടത്തിയിട്ടുള്ള അമ്മമാർ, ഏത് നിമിഷവും ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് എന്തിനും എനിക്കൊപ്പം ഇറങ്ങി പുറപ്പെട്ടു. ഞാനൊരു കാര്യം പറയാം. ഇവര് നല്ല രീതിയിൽ സംസാരിച്ചതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മോശമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ചിലർ പറയുന്നത് ഇവരുടെ സൗണ്ട് അങ്ങനെയല്ല, ഇതാരോ ഇങ്ങനെ ഒരു സൗണ്ട് ആക്കിയതെന്നാണ്. അതായത് ഇവർ വെറുതെ ഇങ്ങനെ ഒരു നല്ല താഴ്മയായിട്ട് സംസാരിച്ചത് എന്നാണ്. എനിക്ക് വേറൊന്നും അറിയത്തില്ല. നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഡാനി സത്യൻ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഡാനി സത്യന്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചു കൊടുത്ത ഒരു ഓഡിയോ ക്ലിപ്പാണ്. രാഹുലി മങ്കൂടത്തിൽ റിനി വിഷയമാണ്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഓക്കെ, ഇനി ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നാണല്ലോ പ്രശ്നമായത്.
വി.ഡി. സതീശൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം എന്താണ് ഈ ഇങ്ങനെ കാണിച്ചു വെച്ചത്? അന്നേരം തെറ്റ് ചെയ്ത ഒരു പെണ്ണില്ലേ, ആ പെണ്ണിനെ കുറിച്ച് എന്താണ് എല്ലാവരും പറയുന്നത്? കാരണം അവൾക്കൊരു ഭർത്താവ് ഇരിക്കുകയാണ്, അവൾ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് വേറൊരു റിലേഷനിലോട്ട് പോയിരിക്കുന്നത്. അന്നേരം ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇവരെ ആരെയും എനിക്കറിയത്തില്ല, എന്നാന്നൊന്നും അറിയത്തില്ല. ഈ ന്യൂസ് വരുന്നതുമൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ റിനി എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്കങ്ങ് ഇതാന്ന് തോന്നുന്നില്ല. കാലുവാരൽ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അത് കൂട്ടുകൂടി നടന്നിട്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ എട്ടിൻ്റെ പണി കൊടുത്തത്. അതേപോലെ തന്നെ ഇനിയും വി.ഡി. സതീശൻ സാറിൻ്റെ കൂടെ നിർത്തിയാലും കൂടെ നിന്നിട്ട് അവൾ ഇതിൻ്റെ അപ്പുറം എട്ടിൻ്റെ പണി അങ്ങർക്കിട്ട് കൊടുക്കാതിരുന്നാൽ ഭാഗ്യമെന്ന് പറയാം. അതുകൊണ്ട് കൂടുതലെടുത്ത് പൊക്കാതിരിക്കുക. പിന്നെ ഇപ്പം നേരത്തെയൊക്കെ ആയിരുന്നു എന്താണ് ഈ കർമ്മ എന്ന് പറയുന്നത് പിന്നത്തേക്ക് വെക്കുന്നത്. പക്ഷെ ഇപ്പം കർമ്മ എന്ന് പറയുന്നത് അപ്പ എല്ലാവർക്കിട്ടും കൊടുക്കുന്നുണ്ട്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും എന്താ ചീത്ത വിളിച്ചു, കല്ലെറിഞ്ഞു. പക്ഷെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. റിനിക്കെതിരെ കൂകി വിളി, കിട്ടേണ്ടതെല്ലാം കിട്ടുകയും ചെയ്ത്. ഇപ്പം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ, ഈ റിനി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് നല്ല ഒരു ഇത് തോന്നുന്നില്ല. പുള്ളിക്കാരി എന്താണ് ഇപ്പം ആ പെണ്ണും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം വിചാരണ ചെയ്തു. അത് ഏതായാലും ഒരു പെണ്ണ് അങ്ങോട്ട് ചെല്ലാതെ ഒരു പെണ്ണ് ഒരു ഈ പീഡനം എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടം ചെയ്താൽ ശരി അത് പീഡനമാവും. ഇത് പലവട്ടം ചെയ്താൽ എങ്ങനെയാണ് അത് പീഡനമാകുന്നേ? അതാണ് എനിക്കറിയാൻ പറ്റാത്തത്. ഒറ്റ വട്ടം ചെയ്താൽ അത് പീഡനം. ഈ പലവട്ടം ഒരാൾക്ക് ചെന്ന് കീഴടങ്ങി കൊടുത്തിട്ട് അത് പീഡനമാകുന്നത് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കുറേ നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യത വരും. ഇതിപ്പോൾ നിങ്ങൾ ഇതിട്ടാലും. കാരണം ഞാൻ പെൺകുട്ടിക്കെതിരായിട്ട് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഒരു വട്ടം പീഡിപ്പിച്ചാൽ, നമ്മുടെ സമ്മതമില്ലാതെ ചെയ്താൽ അത് പീഡനം. പക്ഷേ അതേ വ്യക്തി തന്നെ ആ വ്യക്തി പറയുന്നിടത്ത് ആ പുള്ളിയുടെ സ്വഭാവം ഓൾറെഡി ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കയറി കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ പറയുന്ന രീതിക്ക് അവരെത്താതെ വരുമ്പം പീഡനം എന്നും പറഞ്ഞ് ഇറങ്ങുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. റിനി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും അതൊരു എട്ടിൻ്റെ പണി കൊടുത്താണെന്നാണ് തോന്നുന്നത്. കാരണം അത് ആർക്ക് വേണ്ടിയിട്ട് കളിച്ച കളിയാണ്. പക്ഷേ അത് അവർക്ക് കിട്ടിയോ അതുമില്ല, വി.ഡി. സതീശൻ സാറിന് കിട്ടുകയും ചെയ്തു എന്നുള്ള ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. വി.ഡി. സതീശൻ സാറിനോട് പണി കിട്ടാതിരുന്നാൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. കൂടെ കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ശരി, വി.ഡി. സതീശൻ സാറാണെങ്കിലും ശരി. ഇന്നിപ്പോൾ ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി, നമ്മളതൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഇതധികം കോൺഗ്രസ്സുകാർ ഇതിനെ എടുത്ത് തലപ്പത്ത് കയറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കിട്ടും എട്ടിൻ്റെ പണി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെൺകുട്ടി തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്, കാരണം അത് ഒരു വട്ടം പോയെങ്കിൽ ശരി, അത് പീഡനമാണെന്ന് നമുക്ക് പറയാം. ആ പെണ്ണിൻ്റെ താല്പര്യമില്ലാതെ അതിനെ കീഴടക്കി സമ്മതിച്ചു. പക്ഷേ ഈ പലവട്ടം പോയെടുത്തത് പീഡനമാണ് എന്ന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അത് സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് തന്നെയാണ് പിന്നെ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കുന്നത്. അന്നേരം അതൊരിക്കലും പീഡനമാകത്തില്ല. മാത്രമല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നല്ല ഒരാണുങ്ങളുടെയും തലയിൽ വെക്കുന്നതും ശരിയല്ല. ആദ്യത്തെ വട്ടമാണെങ്കിൽ ശരി, അത് പീഡനം എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ എങ്കിൽ പിന്നെയും അവർ വിളിക്കുന്നിടത്ത് എന്ന് കയറി കിടന്നു കൊടുത്തിട്ട് പിന്നെ അത് പീഡനം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ റിനിയെ വിശ്വസിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും. ഇന്ന് അവൾക്ക് കൂവിവിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൂവിവിളിയും കല്ലേറും കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. കൂവിവിളിയും കല്ലേറും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിൻ്റെ ഫലം തന്നെയാണ്. പിന്നെ ഇവളെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട എല്ലാവിധ പരിഗണനയും ഇപ്പം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ